ഇവിടെ രണ്ടാം തോട്ടാ വരുന്നത്. അങ്ങനെ 6 മാസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് ഫാമിലി ഫ്രണ്ട്സ് ആർക്കും അറിയൂല. വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ ആരൊക്കെ സർപ്രൈസ് ആവും, സർപ്രൈസ് ആവുന്നില്ല എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. സോറി, ഞാൻ എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ സന്തോഷമാണ്. ശരി എന്നാൽ. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ആരൊക്കെ സർപ്രൈസ് ആവും, ആരൊക്കെ ഇനി ഏതടി നോക്കുക എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ നാട്ടിലുള്ള കുറേ വിശേഷങ്ങളുടെ വ്ളോഗുകൾ ഇനി വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. നമ്മുടെ സെയിം കളറാണ്. വിൻഡോ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നിന് പകരം 2 വിൻഡോ ഉള്ള സീറ്റാണ് കേട്ടോ തന്നത്. എൻ്റെ സീറ്റ് നമ്പർ 8F ആയിരുന്നു. ബാക്കിയുള്ളിടത്ത് 1 ഞാൻ കാണുന്നത്. ഇനി വേറെയും റോൾ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും 8ൽ 2 വിൻഡോ ഉണ്ട്. അപ്പോൾ കുറേ പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് അപ്പോഴാണ് ഈ ഒരു സ്വിച്ച് എൻ്റെ കണ്ണുപെടുന്നത്. അപ്പോൾ ഇത് നോക്കി നമ്മൾ കുറച്ചൊന്ന് പുഷ് ചെയ്താൽ നമുക്ക് കുറച്ചൊന്ന് ചാരിയിരിക്കാൻ പറ്റും കേട്ടോ. ഗായ്സ് അന്നിപ്പോൾ നമ്മൾ പറക്കാൻ പോവാണ് കേട്ടോ. കുറേ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാഗ് കൂടുന്നതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഇട്ടതാണ്. ഇനി നമുക്ക് കുറച്ച് ആകാശ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഒമാൻ. അപ്പോൾ കുറേ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിയുള്ളൂ. എന്നാലും ബോറടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. മൂന്നര മണിക്കൂർ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിച്ച് ഇവിടെ ഇരുന്നേ പറ്റും. അങ്ങനെ മുന്നിലുള്ള ഈ ബുക്കൊക്കെ എടുത്ത് കുറച്ചൊന്ന് നോക്കി. പിന്നെ ബാഗിലുള്ള കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് തിന്ന്. പിന്നെയും പുറത്തേക്കൊക്കെ നോക്കി. പിന്നെ അപ്പുറത്തുള്ള 2 താത്തമാരായിട്ട് കുറച്ച് കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കിടന്ന്, ഉറങ്ങാനൊന്നും കഴിയില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കിടന്ന് നോക്കുക. എന്തായാലും 3.5 മണിക്കൂർ നമ്മൾ കഴിയണമല്ലോ. അപ്പോൾ ഇത് ലാൻഡ് ചെയ്യാനായുണ്ട് കേട്ടോ. ലാൻഡ് ചെയ്യുന്നൊരു ടൈം ആയുണ്ട്. അങ്ങനെ ആകാശത്തിൻ്റെ മുകളിൽ പകലും അടിയിൽ രാത്രിയും എന്നുള്ള പ്രതിഭാസങ്ങളൊക്കെ ഞാൻ കണ്ട്. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പണി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ശ്രദ്ധിച്ചിട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂര്യനെ കാണാം, പക്ഷേ അടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുട്ടാണ്. ഇപ്പോൾ നാട്ടിലെ 6 മണിയായിട്ടുണ്ട്. ഇങ്ങനെ അടിയിലേക്കൊരു ബ്ലാക്കും ഇവിടെ ഡയറക്റ്റ് സൂര്യനെ കണ്ടപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ടൈം നോക്കുമ്പോൾ നാട്ടിലെ 6 മണിയായിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ എന്തായാലും ഇരുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ലാൻഡ് ചെയ്ത് വരുമ്പം പകലിന് രാത്രിയിലേക്ക് പോകുന്നത് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ.
വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാൻഡ് ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ എടുത്ത് ഉത്തരണമാണ്. വീഡിയോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിയുള്ളൂ. അപ്പോൾ പകലും രാത്രിയും ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. പെട്ടിക്ക് കുറച്ചധികം നേരം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് സർപ്രൈസ് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ആരൊക്കെ സർപ്രൈസ് ആവും എന്ന് നോക്കാം. ഞാൻ രാജുക്കൊക്കെ എന്നെ മനസ്സിലാവില്ല. വെറുതെ അല്ല വന്നാല് എന്നോട് വിളിച്ചീന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇന്നലിരുന്ന് ഞാനിങ്ങനെ വിളിച്ചാലൊന്നും പറഞ്ഞു കരിയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ സർപ്രൈസ് ഇങ്ങനല്ലമ്മ സർപ്രൈസ് ആവല്. കുറച്ചുകൂടി സർപ്രൈസ് ആയി. ആരാ വാതിലടിച്ച്? ഇവര് ഞാൻ ഫോൺ കൊണ്ടുവരുന്നത് കണ്ട് ഓടി വാതിലടിച്ച് കുറ്റിട്ട് കൈസ്. അതൊന്നും ഇവരെ ഞാൻ എടുക്കാൻ പറ്റിയില്ല. ചക്കര ഇതാരാ? ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് തുർത്തിക്ക് വരൂ കേട്ടിട്ട് എന്തോ ഒരു പൂതി വരുന്ന കാണാന് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കൂത് പറഞ്ഞു പോയിട്ടില്ല. നല്ല നിനക്ക് അൽക്കാനെ കണ്ട് കുറച്ച് സബ്സ്ക്രൈബർ വിടട്ടെ. ഞാന് ഇക്കാനൊന്നും വെളുത്ത് കാണുന്നില്ലല്ലോ. ആ അങ്ങനെ തരാ ഇങ്ങപ്പം വന്ന് എന്നൊക്കെ ചോദിക്കും. ഹായ് ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ. അത് കണ്ടപ്പോ എന്താ ഒരു സന്തോഷം നോക്ക്. ഞാൻ വന്നതിനൊരു സന്തോഷമല്ല തിന്നാൻ. ആ കയ്യേറി നിങ്ങൾ അറിഞ്ഞീനേ ഞാൻ വരുന്നത്. കുട്ടിയല്ല ആനക്കുട്ടി. എന്നെ കാണേടൊക്കെ വരണ പാത്തുമ്മ. ഞാൻ എത്ര വട്ടം ഇവിടെ വന്ന് ഞാനല്ലോ ഫോൺ കോൾ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ നോക്കിയത് ആരാണ് കറക്റ്റ് സമയത്ത് ഇങ്ങനെ വിളിച്ചാണല്ലോ. ഞാൻ ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ രണ്ടാം തൊട്ടാ വരുന്നില്ല. ഞാൻ നോക്കിയോ തട്ടട്ടി ഉണ്ടാവില്ലല്ലോ. എങ്ങോട്ട് തട്ടട്ട് വാ. അവിടെ ഫാസ്കാക്കുണ്ട് വരുന്നത്. ഹായ് ഇങ്ങോട്ട് വാ. വെറുതെ എന്തോ കളി കെട്ടിപ്പിടിച്ചോട്. ലൈവൊക്കെ ഇട്ട് ഇവിടെ കഴിഞ്ഞു. ഞാൻ ലൈവ് ഓളെ പാട്ടശം ഗൈസ്. ഞാൻ ഓടി എടുക്കാം. വേട്ടാ കറങ്ങി അത് ആ ഷൂ നിർത്തിയിട്ട് അതിന്റെ ചില്ലായിട്ട് തോന്നും.
പുയ്യാപ്പിള ഓന് പിള്ളേരെയും ഇവനെന്താ നോക്കാൻ കിട്ടി 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 കിട്ടിയില്ല ഇത് കിട്ടിയില്ല യൂട്യൂബിലൂടെ അമ്മ അത്ര വേണം മൂക്കിയല്ലേ